M4 ഇതാകുമ്പോൾ 150 കൊടുക്കാം. 150. ഇതിന് ഒരു 5 മാസം വാറണ്ടി ബാക്കിയുണ്ട്. 5 മാസം ഷട്ടർ അടിച്ചിട്ടുള്ളൂ. ഫ്രഷ് ബോഡി 2000. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറഞ്ഞ നിരക്കിൽ ക്യാമറകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പിലേക്കാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ക്യാമറകളും കാര്യങ്ങളും മറ്റേ ലെൻസുകളൊക്കെ ഏകദേശം നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് പ്രധാനപ്പെട്ട കമ്പനിയുടെ എല്ലാം തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാനോൺ ഉണ്ട്, നിക്കോൺ ഉണ്ട്, അങ്ങനെ എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ എവിടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ആദ്യം തന്നെ പറഞ്ഞുതരാം. നമ്മളെ കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിൻ്റെ പേര് വന്നിട്ടുണ്ട് കാലിക്കറ്റ് ക്യാമറ ഹൗസ് എന്നാണ് കേട്ടോ. ഒരുപാട് എല്ലാം ഇനി വാറണ്ടി പീസ് വേണമെങ്കിലും അപ്പോൾ ഇതിൻ്റെ കുറഞ്ഞ നിരക്കിലാണ്ട് എല്ലാം തന്നെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഗ്യാരണ്ടി ഉള്ളുണ്ട് അങ്ങനത്തൊക്കെ കിട്ടും കേട്ടോ. ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡീറ്റെയിൽസ് എല്ലാം തന്നെ വീഡിയോ എടുത്ത് ആയം കൊടുക്കുന്നേക്കാരം. അത് നോക്കി ഇവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് കളക്ഷൻ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നേക്കാരം. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നേക്കാട്ടോ. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നേക്കാരം. പരമാവധി നമ്മൾ ക്യാമറ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും. അത് കുറഞ്ഞ നിരക്കിൽ ക്യാമറ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നേരെ ഈ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ എടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നേരെ നമുക്ക് വീഡിയോ എടുക്കാം. നമ്മള് കാലിക്കറ്റ് ക്യാമറ ഷോപ്പിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു ക്യാമറ ഹൗസ്. അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു. അപ്പൊ പുതിയ ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ഇവിടെ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇതിന്റെ ബ്ലൂ ഡയമണ്ട് മാളിന്റെ വലത്തെ സൈഡിലുള്ള ബിൽഡിംഗ്. അവിടെ ഒരു ഫ്രണ്ടില് ഒരു കോട്ടക്കൽ അറിയിച്ചാലിന്റെ ഒരു റൂമുണ്ട്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുപാട് ക്യാമറകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ബിഗിനേഴ്സിന് പറ്റിയ ക്യാമറകളൊക്കെ വന്നിട്ടുണ്ട്. ബിഗിനേഴ്സിന് പറ്റിയതാ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ള ഇഷ്ടം പോലെ ക്യാമറകളുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കല്ലേ. അപ്പൊ പ്രധാനപ്പെട്ട എല്ലാ ബ്രാൻഡുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. കാനോൺ ഉണ്ട്, നിക്കോൺ ഉണ്ട്, അങ്ങനെ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം. ഫ്യൂജി ഉണ്ട്. ഇവിടുന്ന് വാങ്ങുന്ന കാര്യത്തിന് ചെക്കിംഗ് വാറന്റി കൊടുക്കൂലെ? ചെക്കിംഗ് വാറന്റി ഉണ്ട്, പിന്നെ സർവീസ് വാറന്റി ഉണ്ട്. 2-3 മാസമൊക്കെ സർവീസ് വാറന്റി കൊടുക്കും നമുക്ക്. ഇവിടെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ? അത്യാവശ്യമൊക്കെ ചെയ്യാം. നമ്മളിന്ന് ഇവിടുത്തെ ഓരോ ക്യാമറകളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെട്ടാലോ? അത് പഴയ മോഡല് മിററുള്ള ക്യാമറയാണ്. മിററുള്ള ക്യാമറയല്ലേ? പഴയ മാർക്ക് 3 ആണ്. മാർക്ക് 3 പഴയ മോഡല് നല്ല ക്യാമറയാണ്. അത്യാവശ്യം നല്ല ബോഡി മാത്രമാണ്. ബോഡി മാത്രം 40 രൂപ അല്ല 30 രൂപ 30 രൂപയ്ക്ക് കൊടുക്കല്ലേ? 30 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ബോഡി മാത്രം കേട്ടോ. പിന്നെ അയച്ചു കൊടുക്കൂലേ സാധനം? അതാകുമ്പോ ചെക്ക് ചെയ്യാതെ അയച്ചു കൊടുക്കുന്നതിൽ ഞാൻ താല്പര്യപ്പെടും. നമ്മള് ആളെ വന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങുന്നതാണ് നമുക്ക് താല്പര്യം. പിന്നെ നമ്മൾ അവിടെ കൊടുത്തു വെച്ചിട്ട് അവര് പറയാണ് അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് പറയുന്നതിൽ നമുക്ക് താല്പര്യമില്ല. പാർട്ടി നേരിട്ട് വന്ന് ചെക്ക് ചെയ്തിട്ട് അവർക്ക് എത്ര വേണമെങ്കിലും ഷട്ടർ അടിച്ച് നോക്കാം. ചെക്ക് ചെയ്തിട്ട് തൃപ്തിയാണെങ്കിൽ എടുത്താൽ മതി. എടുത്താൽ മതി. അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ള ആൾക്കാർ പറയുമ്പോഴേക്കും അയച്ചു കൊടുത്ത് ഇനി അത് അങ്ങനെ ഇഷ്യൂ ആണ് ഇങ്ങനെ ഇഷ്യൂ അവരുമായിട്ട് വർത്തമാനത്തിന് വരുത്താതിരിക്കുന്നതാണല്ലേ നല്ലത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വരിക, ചെക്ക് ചെയ്യുക, ഇഷ്ടം പോലെ പരമാവധി ഒരു ചെക്ക് ചെയ്തോട്ടെ. എങ്ങനെ വേണേലും ചെക്ക് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നുമ്പോ എടുത്താൽ മതി. അല്ലാതെ രൂപത്തിലാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ്. ഒന്ന് അവിടെ നേരെ നോക്കിയാൽ കാണുന്ന ബസ് സ്റ്റാൻഡ് തന്നെ. അപ്പൊ ഇത് ബോഡി മാത്രം ഫടി മാർക്ക് 3 വേറെ ഉണ്ട്. ഇത് നല്ല ബോഡിയാണ്. ഇതാകുമ്പോ 35 വരും. നല്ല ബോഡി 35 നല്ല ബോഡിയാണ്. അത് മാർക്ക് 4 ഉണ്ട്. പിന്നെ മാർക്ക് 4 ആകുമ്പോ ഒരു 40-42 രൂപ. പിന്നെ ഇത് 750 അതേമാതിരി തന്നെയുള്ളതാണ്. ഇത് ലെൻസ് എടുക്കാം 120 ലെൻസ് ഉണ്ട്. 24-120 ആ ലെൻസ് എടുക്കാൻ നമുക്ക് കൊടുക്കാം. അതാകുമ്പോ ഒരു 50 താഴെ കൊടുക്കും. 50 കൊടുക്കാം. പിന്നെ അതുപോലെ 7000 ആണ്. 25-26 രൂപയ്ക്ക് നമുക്ക് ലെൻസ് അടക്കം കൊടുക്കാം. 105 ലെൻസോട് കൂടി കൊടുക്കാം. അതൊക്കെ പഴയ മോഡലുകളാണ്. ഈ 7-1 ആണ്. ഇത് നമുക്കൊരു 32-33 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇതും 105 ലെൻസ് ഉണ്ട്. നിക്കോണിന്റെ 7100. പിന്നെ മിറർലെസ്സുകളാണ് പിന്നെ കൂടുതലുള്ളത്. ക്യാമറകളുണ്ട് കുറെ വേറെ ഉണ്ട്, എടുത്തു വെച്ചിട്ടില്ല. അതിൽ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എടുത്തു വെച്ചിട്ടില്ല. ഏത് ക്യാമറ വേണേലും കൊടുക്കാം. പിന്നെ 7M3 ആണത്. 7M3 നല്ല ബോഡി
നല്ല പൊടി. ഇതിപ്പോ മിറർലെസ് ആണോ? മിറർലെസ് ആണ്. മിറർലെസ് ആണല്ലേ? ഇതൊക്കെ ഷട്ടറൊക്കെ ഒരു 1 ലക്ഷം ഒക്കെ അടിച്ചിട്ടുള്ളത്. 1 ലക്ഷത്തിന്റെ അടുത്തൊക്കെ പോയിട്ടുള്ളത് അടിച്ചിട്ടുള്ളൂ. ഇതൊക്കെ 85 റുപ്യ കൊടുക്കാം. 85 കിട്ടും അല്ലെ? സോണിന്റെ എല്ലാം അടിപൊളി, അത്യാവശ്യം നീറ്റ് പീസ് ആണല്ലേ? എല്ലാവരും അതേ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിന്റെ അതേപോലെ തന്നെ ഒരു 82, ഇതും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല നല്ല പൊടി. 82. പിന്നെ ഇതുണ്ട് M4 ഉണ്ട്. M4 ഇതാകുമ്പോ 150 കൊടുക്കാം. 150. ഇതിന് ഒരു 5 മാസം വാറണ്ടി ബാക്കിയുണ്ട്. 5 മാസം വാറണ്ടി. അത് 1 ലക്ഷത്തിന് താഴെ അടിച്ചിട്ടുള്ളൂ. 97 അടിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലുള്ള പിന്നെ S3 ഉണ്ട്, M2 ഉണ്ട്. ഇതൊക്കെ പഴയ M2 ആണ്. 35 റുപ്യ കൊടുക്കാം. പിന്നെ M4 ഉണ്ട്. സ്റ്റിക്കർ ചെയ്തതാണ്. ഇത് ഫസ്റ്റ് പുതിയ തന്നെ ചെയ്തതാണ്. കംപ്ലൈന്റ് ഒന്നുമില്ല. ഇത് ഷട്ടർ കുറവാണ്. ഇത് 55,000 ഷട്ടർ ഉള്ളു. 55,000 ഷട്ടറിൽ ഇതിന് ഇതും വാറണ്ടി ഉണ്ട്. 6 മാസം വാറണ്ടി ഉണ്ട്. അതിനാണെങ്കിൽ നമുക്ക് 155 കൊടുക്കാം. നീറ്റ് ബോഡിയാട്ടോ. ലെൻസുകൾ എടുക്കുമ്പോൾ പ്രൊഫഷണൽ ക്യാമറകൾക്കൊക്കെ ബോഡിയാണ് വരിക. രണ്ടും കൂടി വരുന്നത് പിന്നെ ഇതേപോലെയുള്ള ഇതും ലെൻസും കൂടെ കൂടുമ്പോൾ അതിന്റെ വില കൂട്ടിയിട്ട് പറയുന്നതാണ്. ഇത് സെഡിലാണ്, നിക്കോണിന്റെ സെഡ് 6 Mark II. അതാണ് പ്രൊഫഷണൽ എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ക്യാമറ എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ എല്ലാ ക്യാമറയും പ്രൊഫഷണൽ ആൾക്കാർ ഉപയോഗിക്കില്ല. ലെൻസുകൾ ചില ആൾക്കാർ ബ്ലോക്ക് ലെൻസ് മാത്രമേ ഉപയോഗിക്കൂ. ചില ആൾക്കാർ സൂം ലെൻസ് മതി എന്ന് പറയും. അപ്പൊ ഇത് സെഡ് 6 Mark II ആണ്. ഇത് 24-70 ലെൻസോട് കൂടിയിട്ട് നമുക്ക് ഒരു 110 കൊടുക്കാം. 110. പിന്നെ M3 തന്നെയാണ്. ഇത് വാറണ്ടി ഉള്ളതാ. ഇതും കമ്പനീന്റെ വാറണ്ടി ഉള്ളത്. ഇതൊക്കെ നമ്മൾ 95 ശരിക്കും. ഇപ്പൊ വാറണ്ടി ഉണ്ട്, 1 കൊല്ലത്തിന്റെ മുകളിലൊക്കെ വാറണ്ടി ഉണ്ട്. ഇതാണെങ്കിൽ വാറണ്ടി ഉള്ള പീസാ. ഇത് 4250 ഷട്ടർ അടിച്ചിട്ടുള്ളൂ. 4250 ഷട്ടർ അടിച്ചു. പുതിയതാണ് ക്യാമറ, പുതിയ ബോസാണ്. അപ്പൊ ഇത് 1 കൊല്ലം 10 മാസം വാറണ്ടി ബാക്കിയുണ്ട്. അത്രയുണ്ടല്ലേ? ഇതൊരു അമേച്ചർ വെറുതെ വെച്ചത്, ഒരു ഡോക്ടർ ഉപയോഗിച്ചതായിരുന്നു. ഡോക്ടർ ഉപയോഗിച്ചാണല്ലേ? അപ്പൊ അവർക്ക് ഉപയോഗിക്കാതെ വന്നപ്പോ അവർ വിൽക്കുന്നതാണ്. നല്ല ക്യാമറ, പുതിയത്. അതുപോലെ തന്നെ ഇതിനുണ്ട്. ഇത് ഇതേപോലെ തന്നെ ഇത് 60 റുപ്യ കൊടുക്കാം. 7M3 60 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. 7M3. പിന്നെ ഇത് USR ആണെങ്കിൽ നമുക്കൊരു 70 മുതൽ മുകളിലേക്കുണ്ട്. 75, 85 വരെ ഉള്ളുണ്ട്. സാധനം ഇതല്ല, ഇതാണ് USR ആണ്. പിന്നെ S3 ഉണ്ട്, S2 ഉണ്ട്. പിന്നെ A9 ഉണ്ട്. ഇതൊക്കെ ഫ്രഷ് ബോഡിയാണ്. ഇത് 2000 ഷട്ടർ അടിച്ചിട്ടുള്ളൂ. ഫ്രഷ് ബോഡി. A9 2000 ഷട്ടർ അടിച്ചിട്ടുള്ളൂ. പുതിയ ബോഡി കേട്ടോ. ഇവിടെ വരുന്നോണ്ട് നല്ല ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് നല്ല അടിപൊളി കണ്ടീഷനൊക്കെ നോക്കി എടുക്കാൻ പറ്റുന്ന മോഡലുകളാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാം തന്നെ. പിന്നെ അടുത്ത് ഇത് പറഞ്ഞാല് പിന്നെ അമേച്ചർ ക്യാമറകളാണ്. ലെൻസോട് കൂടി വരുന്ന ക്യാമറ. അത് അമേച്ചർ ക്യാമറ, ചെറിയ ക്യാമറകളാണ്. ഇതൊക്കെ മിറർലെസ് ഇപ്പോഴത്തെ മോഡലാണ്. മിറർലെസ് ക്യാമറ. ഇത് 30 Z30 എന്ന് പറയും. 30 Z30 ഒരു 45 റുപ്യ കൊടുക്കാം. 45 Z30. ഇതും പുതിയതാട്ടോ, പുതിയതാണ്. പിന്നെ അതുപോലെ തന്നെ 600 40 റുപ്യ കൊടുക്കാം. ഇത് ഫ്രഷ് അല്ലേ? അത് ഫ്രഷ് പീസ് ആണല്ലോ. ഇപ്പൊ അതൊരു ഫ്രഷ് പീസ് ആണല്ലേ? 600 മോഡലാണ്. 600 കനോൺ ആണ്. പിന്നെ സോണീന്റെ 6500. ഇതൊരു 50 ഡിസ്പ്ലേ തിരിക്കാൻ പറ്റുന്ന മോഡലല്ലേ? ഇത് ഇങ്ങനെ മുകളിലേക്കും താഴോട്ടും പറ്റും. മുകളിലോട്ടും താഴോട്ടും മാത്രമേ വരുള്ളൂ അല്ലേ? അത് വരുന്നത് ഇത് ZV-10 എന്ന് പറയും. നമ്മള് ബ്ലോഗിംഗ് ക്യാമറ അല്ലേ? ഇത് ZV-10. ഇത് 48, 50 48 കൊടുക്കാം. 50 48 കൊടുക്കാല്ലേ? അത്യാവശ്യം നീറ്റ് കണ്ടീഷന് കാര്യങ്ങളൊക്കെ. പുതിയ കണ്ടീഷനാണ് അത്. പിന്നെ ഇത് ഫ്യൂജി ഫിലിം അല്ലേ?
എച്ച് ഫിലിമിന്റെ ST100 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 ആണെങ്കിൽ നമുക്കൊരു 30 റുപ്യ കൊടുക്കാം. 30,000 രൂപക്ക്. പിന്നെ അത് തന്നെ വ്ളോഗിന്റെ ക്യാമറ തന്നെയാണ് 200D 200D 30 റുപ്യ കൊടുക്കാം. നല്ല ബോഡിയാണ്. ഇത് നല്ല ബോഡി തന്നെയല്ലേ, ഒന്നും ആയിട്ടില്ല, ഫ്രഷ് കണ്ടീഷനാണ്. പിന്നെ അതുപോലെ ഇത് 4000 എന്ന് പറയും. 4000 18 റുപ്യ 20 റുപ്യ 17 റുപ്യ അതിന്റെ പല മോഡലും ഉണ്ട്. 17 12 ഒക്കെ വിലയുണ്ട്. ഇത് 1300 12 റുപ്യ സ്റ്റാർട്ടിങ്. 12 റുപ്യ ഉണ്ട്. 1300 ഉണ്ട്. ഇതാകുമ്പോ ഒരു 15-16 വരുന്നുണ്ട്. പിന്നെ ഇതും 200 തന്നെയാണ്. ഇത് പുതിയത്, ഇത് അതിലും പുതിയ ബോഡിയാ. പുതിയ ബോഡിയാണല്ലേ. 35 ഇതുണ്ട്. 35 ഫ്രഷ് ബോഡിയാ. ഫ്രഷ് ബോഡിയിലെ 35. പിന്നെ അതിന്റെ കുറച്ച് പ്രൊഫഷണൽ ബോഡിയാണിത്. 850 എന്ന് പറയും. ഇത് വ്ളോഗ് ചെയ്യാനും ടച്ച്, ഫോളോ ഫോക്കസിങ്, വൈഫൈ, ബ്ലൂടൂത്ത് എല്ലാം ഉള്ളതാണ്. ഇത് ടച്ച് ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റിയിലെ ക്യാമറയാണ്. ഒരു സെമി പ്രൊഫഷണലിന്റെ ലുക്കുള്ള പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. 850. അതെ, ഇതെല്ലാം ചെറിയ ക്യാമറകളൊക്കെ ലെൻസോട് കൂടിയുള്ള പ്രൈസുകളാണ്. പിന്നെ ഇത് ചെറിയ വില 3300. 3300 ഇതൊരു 17 റുപ്യ കൊടുക്കും. 17 രൂപക്കല്ലേ. ഇതും പുതിയ ക്യാമറയാണ്. പുതിയ ക്യാമറയാണല്ലേ. അങ്ങനെ കുറെ ഏത് ക്യാമറ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ സാധനം സ്റ്റോക്ക് ഉണ്ട്. നമ്മളും കൂടെ എടുത്തു വെക്കാനുള്ള സ്ഥലം. കൂടാതെ ബോക്സുകൾ കാര്യങ്ങളോട് കൊടുക്കും. നമ്മൾ നേരത്തെ അതെല്ലാം ബോക്സ് ഉള്ളതൊക്കെ ബോക്സോട് കൂടെ തന്നെ കൊടുക്കും. ബോക്സുകളാണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കും. അതെല്ലാം സാധനം ഉണ്ട് ഇവിടെ. എല്ലാ ഇത് വേണമെങ്കിലും. പിന്നെ പഴയ മോഡൽ ക്യാമറകളൊക്കെ പഴയ മോഡൽ കളക്ഷനാണ്. കളക്ഷനാണല്ലേ, സെയിലിനുള്ളതല്ലേ. അത് സെയിലിന് വേണമെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ടാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പലതും ഉണ്ട്, കൊടുക്കാനുള്ളതും ഉണ്ട്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി കോൺടാക്ട് ചെയ്യുക. പിന്നെ സ്റ്റോപ്പിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി ക്യാമറകളും. പിന്നെ ലെൻസൊക്കെ എങ്ങനെ വരുന്നത്? ലെൻസുകളൊക്കെ ഇത് സെഡിന്റെ ലെൻസാണ്. 85mm സെഡ് 85mm ടെലി ലെൻസാണ്. ഇതാകുമ്പോൾ നമുക്കൊരു 35, 34, 32 അങ്ങനെ പല വിലൻ്റെ ഉണ്ട്. ഇതൊക്കെ പഴയ മോഡല് 18-105, 1740 കാനോണിൻ്റെ 1740. ഇത് 120, 24, 120 ഫുൾ ഫ്രെയിമിൻ്റെ. പിന്നെ 35mm നിക്കോൺ 35mm സെഡ് സീരിയൽ. പിന്നെ ഇത് R85 US R-ൻ്റെ 85 മിറർലെസ്. പിന്നെ ഇത് സോണീൻ്റെ സിഗ്മ 35mm 1.4. പിന്നെ അതുപോലുള്ള ചെറിയ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റിയ ലെൻസുകളുണ്ട്. അതുകൊണ്ട് എടുത്തു വെച്ചിട്ടില്ല. 100, 400 അതുപോലെയുള്ള 70-200 ഒക്കെ ഉണ്ട്. പിന്നെ ക്യാമറയുടെ മറ്റേ ആക്സസറീസ് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് അവിടെ. ആക്സസറി സാധനങ്ങൾക്ക് ചെറിയ മോഡലൊക്കെ ഉണ്ട്. ഇത് ആവശ്യപ്പെട്ടാൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. എത്തിച്ചു കൊടുക്കാം. ജിമ്മിലാണെങ്കിലും അത് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കാൻ പറ്റും. ലൈറ്റ് കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു ഷോപ്പത്തെ കണ്ടില്ലേ, കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടോ. ഒരുപാട് ക്യാമറകളും മറ്റേ അതിൻ്റെ ഡീറ്റെയിൽസ്, പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരാണ്. നമ്മൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ, പുതിയ ബസ് സ്റ്റാൻഡിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ. അത് ഇവിടെ പർച്ചേസ് ചെയ്യാനുള്ള കുറഞ്ഞ നിരക്കിലാണ് എല്ലാ ക്യാമറകളും ഇവിടെ ഏകദേശം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ വിളിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ക്യാമറ കാര്യങ്ങളൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.